ഹലോ, അഫീസ്നോട്ട്ബുക്കിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഫ്ര. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എൻ്റെ 2 മക്കളുടെ ബർത്ത്ഡേ പാർട്ടിയുടെ വ്ളോഗാണ്. അപ്പോൾ വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഇപ്പം നമ്മൾ വീട്ടിൽ നിന്നൊരു 4:15 ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് ഇനി കേക്ക് വാങ്ങിക്കാൻ പോകണം. അത് അജ്മാനിൽ തന്നെയാണ്, അജ്മാനിലൊരു ഷോപ്പിൽ നിന്ന് തന്നെ മേടിക്കുന്നത്, ഒരു കേക്ക് ഷോപ്പിൽ നിന്ന് മേടിക്കുന്നത്. അപ്പോൾ ഇതാണ് കേക്ക് ഹട്ട് എന്ന് പേരായിട്ടുള്ള ഈ ഒരു കേക്ക് ഷോപ്പ്. അപ്പോൾ ഈ കാണുന്ന കാരമൽ കേക്കാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അവിടുത്തെ കേക്കുകളൊക്കെ കണ്ടപ്പോൾ എല്ലാത്തിൽ നിന്നും ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ തൽക്കാലം നമ്മൾ ബർത്ത്ഡേക്കുള്ള ഒരെണ്ണം വാങ്ങി. പിന്നെ ബർത്ത്ഡേക്കുള്ള കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1 to 10 ഷോപ്പ് ഉണ്ടല്ലോ, അവിടെ സ്പ്ലാഷിൽ പോയി. അപ്പോൾ കുറച്ച് ഐറ്റംസ് അവിടെ നിന്ന് മേടിച്ച്. അപ്പോൾ ഇതൊക്കെ വാങ്ങി നമ്മുടെ റൂമിലേക്ക് വന്ന് അതിന് ശേഷം വീണ്ടും ഒരു 7:15 ഒക്കെ ആയപ്പോൾ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. അപ്പോൾ ഇത് അജ്മാൻ കോർണിഷിൻ്റെ ഏരിയയിലാണ് ഉള്ളത് ഈ ഒരു റെസ്റ്റോറൻറ്റ്. മുക്കത്തെ മക്കാനി എന്നാണ്, കുറേ പേർക്കൊക്കെ അറിയായിരിക്കും. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ മുക്കത്തെ മക്കാനി എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. മക്കാനി എന്ന് പറഞ്ഞാൽ ചായപ്പീടിയ എന്നാണ് അർത്ഥം. അപ്പോൾ അജ്മാനിൽ UAE ഈ ഒരു ഔട്ട്ലെറ്റ് ഉള്ളൂ. ഇത് നമ്മുടെ കാഞ്ചനമാല തന്നെയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ മുക്കത്തെ കുറച്ച് ഫ്രണ്ട്സ് അവരുടെ ഒരു കൂട്ടായ്മ പോലെ ഒരു ഓർമ്മക്കാണ് ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് ഇവർ തുടങ്ങിയത്. അവിടെ നമുക്ക് പുറത്തിരുന്ന് ക്യാരംസ് കളിക്കാം. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ ചെറിയൊരു ഏരിയ ഉണ്ട്. പുറമേ ഇങ്ങനെ തട്ടുകട സ്റ്റൈലിൽ ചെറിയ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കാം. ഉള്ളിൽ ഡൈനിങ് ഹാളുകളൊക്കെ ഉണ്ട്. പിന്നെ മെയിനായിട്ട് കോഴിക്കോടൻ സ്റ്റൈലിൽ ഫുഡുകൾ കൂടുതലുണ്ട്. അത് കൂടാണ്ട് അവിടെ ഓരോരോ ഭാഗത്ത് ചുമരിലുള്ള പെയിൻറ്റിങ്സും അതിനൊരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം അവരുടെ നാടിനോട് അനുബന്ധിച്ചിട്ട് അവരുടെ സംസ്കാരത്തിനോടും ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഒരു പെയിൻറ്റിങ്സിൽ കൂടെ നമുക്ക് കാണാൻ പറ്റുക. പിന്നെ ഓരോ ഹാളിനും ഓരോ പേരുകൾ കൊടുത്തിട്ടുണ്ട്. പഴയ വീടിൻ്റെ ആ ഒരു സെറ്റപ്പ്, ഇപ്പം നടുവിലകം, അങ്ങനെ ഓരോ പേരുകൾ കൊടുത്തിട്ടുണ്ട്. എല്ലാ പെയിൻറ്റിങ്സും സൂപ്പറാണ് കേട്ടോ. ഇതിപ്പം മേലത്തെ ഫ്ലോറിലാണ് ഈ ഒരു കാഞ്ചനമാലയുടെയും മൊയ്തീൻ്റെ ഈ ഒരു പെയിൻറ്റിങ്സ് ഉള്ളത്. ഇവരുടെ നാട്ടുകാരനായിട്ടുള്ള ഹനീഫ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ തന്നെയാണ് ഇതൊക്കെ പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മുകളിലുള്ളൊരു പാർട്ടി ഹാളാണ്. ഒരു 100 ആൾക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടുള്ള വലിപ്പത്തിലുള്ളൊരു ഹാളാണ് കേട്ടോ ഈ കാണുന്നത്.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ കാര്യങ്ങൾ. ഇനി ഈ കാണുന്ന ഹാളിലാണ് നമുക്ക് പാർട്ടിക്ക് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇതവരുടെ കിച്ചണാണ് കേട്ടോ ഇതിൻ്റെ സൈഡിൽ. അപ്പോൾ അതാ ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന ഈ ഒരു ഹാളിലാണ് നമ്മൾ പാർട്ടി സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഭക്ഷണമൊന്നും എത്തിയിട്ടില്ല. അപ്പം ഇനി ബർത്ത്ഡേയുടെ മെയിൻ സംഭവം കേക്ക് മുറിയല്ലേ, അപ്പോൾ അതിന് മുന്നത്തെ കാര്യങ്ങളൊന്നും കാണിക്കാം. അപ്പോൾ ആഷിഫിൻ്റെ ഫ്രണ്ട്സാണ് ഈ റൂമൊക്കെ സെറ്റ് ചെയ്തത്, ഫുൾ ഡെക്കറേഷൻ ചെയ്തത്. അപ്പോൾ ഒരുവിധം എല്ലാവരും എത്തിയതിന് ശേഷം അവർ നല്ല ചായയും നല്ല മുരിഞ്ഞ പഴംപൊരിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മളത് കഴിഞ്ഞിട്ട് കേക്ക് കട്ടിങ് ചെയ്യാൻ പോണ്. അപ്പോൾ എല്ലാവരും ഒരുവിധം എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവരുടെ രണ്ടാളെയും ബർത്ത്ഡേ 6 ദിവസത്തെ ഗ്യാപ്പുള്ളൂ. ഐഷയുടെ January 12th അയാൻ്റെ January 18th. അപ്പോൾ രണ്ടും കൂടി ഒരു ദിവസം സെലിബ്രേറ്റ് ചെയ്യണമല്ലേ നല്ലത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്രൈഡേ നോക്കിയപ്പോൾ അത് 15-ാം തീയതിയാണ്. അപ്പം അങ്ങനെ അന്ന് സെലിബ്രേറ്റ് ചെയ്തു. കഴിഞ്ഞ കൊല്ലത്തെ സെലിബ്രേഷൻ ഇങ്ങനെ തന്നെ ആയിരുന്നു, ഒരുമിച്ച് തന്നെ ആയിരുന്നു. അതിൻ്റെ വ്ളോഗൊക്കെ ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. വെറുതെ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വീണ്ടും ഒന്ന് കൊടുക്കാം. കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടാവും. പിന്നെ കേക്ക് എല്ലാവർക്കും പീസാക്കി കൊടുക്കുക അല്ലായിരുന്നു. കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരുവിധം എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞത് നല്ല രസമുള്ള കേക്കായിരുന്നു കേട്ടോ, കാരമൽ കേക്ക്. പിന്നെ ഓരോരുത്തർ ഗിഫ്റ്റ് കൊടുക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു. ധാരാപദം ചെയ്തോദരം പ്രേമാമൃതം ചെയ്താമിതം നവമേഘമേ കൂലിക്കൊണ്ടുവാ. അപ്പോൾ അതേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഫുഡൊക്കെ എടുത്ത് കഴിക്കലാണ് അടുത്ത പരിപാടി. അപ്പോൾ ഫ്രൈഡ് റൈസ്, അപ്പം, പൊറോട്ട, പിന്നെ ചിക്കൻ്റെ 3 തരം കറിയും ബീഫും അതായിരുന്നു മെനു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഫാമിലീസൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഈ ഐഷായാനും ഇവരായിട്ട് കളിയാണ്, ആഷിൻ്റെ ഫ്രണ്ട്സായിട്ട്. അപ്പോൾ അവരിങ്ങനെ ഓരോരുത്തരിങ്ങനെ കഴിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അവിടെ പാട്ടും പാടുന്നുണ്ട്, അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ അവസാനം നമ്മളൊരു ചായ കുടിച്ചിട്ട് അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് ചെയ്തത്. പരിപാടിയൊക്കെ കഴിയുമ്പോൾ 12 മണി ആയിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഗ്രാമാന്തരീക്ഷത്തിലുള്ളൊരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് കേട്ടത്, മുക്കത്തെ മക്കാനി. അപ്പോൾ അവിടുത്തെ ഫുഡും അവരുടെ നമ്മളുടെ അടുത്ത് കസ്റ്റമേഴ്സിൻ്റെ അടുത്തുള്ള ട്രീറ്റ്മെൻറ്റും എല്ലാം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.
അപ്പോൾ ഇപ്പോഴേ നമ്മൾ വീട്ടിലെത്തിയിട്ടുള്ള കോലാഹലങ്ങളാണ് ഇതൊക്കെ. എന്തായാലും ഗിഫ്റ്റുകളൊന്ന് തുറന്ന് നോക്കണമല്ലോ, തുറന്ന് നോക്കാണ്ട് സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ അതിലുള്ള ഓരോ സംഭവങ്ങൾ എടുത്ത് നോക്കണം. അപ്പോൾ അതിൽ കിട്ടിയ ഡ്രസ്സൊക്കെ അപ്പം തന്നെ ഇട്ട് നോക്കണം. ഐഷാക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ക്രേസാണ്, അത് അപ്പം തന്നെ ഇട്ട് നോക്കണം. എല്ലാവരും ഗിഫ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, എല്ലാവരോടും വലിയ താങ്ക്സ്. എല്ലാ ഗിഫ്റ്റും ഇഷ്ടപ്പെട്ട്, ഒക്കെ ഒന്നിനൊന്ന് മെച്ചം. എല്ലാം നല്ല എന്താ പറയുക, ടോയ് ഉണ്ട്, എഡ്യൂക്കേഷണലായിട്ടുള്ളതുണ്ട്, ഗെയിമിൻ്റെ ഉണ്ട്, ഒക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഡ്രസ്സായാലും ചോക്ലേറ്റ്സ് ആയാലും എല്ലാവരോടും വലിയൊരു താങ്ക്സ് കേട്ടോ. പിന്നെ അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് വെറുതെ ഒന്ന് തുറന്ന് നോക്കിയുള്ളൂ. ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ലാസ്റ്റിൽ തന്നെ വെറുതെ കാണിക്കാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അയാനുവിന് ഞങ്ങളുടെ വക കൊടുത്ത ഗിഫ്റ്റാണിത്. മൂപ്പര് ഭയങ്കര ഹാപ്പി ആയിരുന്നു, രണ്ടാളും നല്ല ഹാപ്പിയാണ്. നല്ല ബർത്ത്ഡേ കഴിഞ്ഞ് ഗിഫ്റ്റുകളും കിട്ടി, നല്ല സന്തോഷമായിരുന്നു. അപ്പോൾ ഇതാണ് അയാനുവിന് മേടിച്ചു കൊടുത്ത ഗിഫ്റ്റ് കേട്ടോ, ഒരു റോബോട്ട്. അപ്പോൾ ഈ ഒരു ബർത്ത്ഡേ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. പിന്നെ പ്രീവിയസ് വീഡിയോസ് കാണാത്തവർ കണ്ടു നോക്കുക, അതിലും കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും എന്നറിയാം, എന്നാലും ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ ഒരു പ്രോഗ്രാമിന് പങ്കെടുത്ത ഫ്രണ്ട്സ്, ഫാമിലിയും എല്ലാവരോടും പ്രത്യേകം സ്നേഹം അറിയിക്കുന്നു. ഒരുപാട് സന്തോഷമായി, കുട്ടികൾക്കായാലും എല്ലാവരായാലും നന്നായിട്ട് എൻജോയ് ചെയ്ത്. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു. പിന്നെ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റുകളൊക്കെയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ അവസാനം അന്ന് എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. Aysha.